എടി മോളെ നമ്മുടെ 5 സ്റ്റാർ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഇത്രയും ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. കോംബോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് കുറച്ചേ കാണുള്ളൂ. അതേ നോക്കിയേ, പൂരിയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ആലു പൊറോട്ട, വട, അതുപോലെ തന്നെ മസാല ദോശ, ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പുമാവ്, പിന്നെ സാമ്പാർ, ചട്നി, അതുപോലെ കേസരി, പിന്നെ കുറച്ച് അച്ചാർ, പിന്നെ ചൂട് കാപ്പിയുടെ ചൂട് പോയിരിക്കാനായിട്ട് ഫ്ലാസ്കിലാണ് തന്നേക്കുന്നത്. ആക്ച്വലി ഇത് കാണുമ്പോൾ നമുക്ക് കൊതി വരുന്നുണ്ടെങ്കിലും ഇപ്പം ഇത് കഴിക്കാൻ പാടില്ല, കുറച്ച് പണിയിനകത്തുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാത്തൊരു അപകടം, വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കാണുന്ന പ്ലാസ്റ്റിക് കണ്ടില്ലേ, ഇത് ആക്ച്വലി ക്ലിംഗ് റാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് PVC പോലുള്ള മെറ്റീരിയൽസിൽ നിന്നാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നതെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ചൂട് ഫുഡൊക്കെ ഇത് വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഈ ഇവിടെയൊക്കെ കോൺടാക്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെയാണ് ഈ നനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കോൺടാക്റ്റ് വരുമ്പോഴത്തേക്കും ചൂടുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മൈക്രോ പ്ലാസ്റ്റിക് ഫുഡിനകത്തോട്ട് ലീക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലോട്ട് പോകാനും ഷോർട്ട് ടൈമിലായിക്കോട്ടെ ലോങ് ടൈമിലായിക്കോട്ടെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, എത്രയും വേഗം തന്നെ ഇങ്ങനെയുള്ള ഫുഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒഴിവാക്കി മാറ്റാം. ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കണം. എത്രയും വേഗം ഫുഡിൻ്റെ അകത്തുനിന്ന് ഇത് മാറ്റാൻ ശ്രമിക്കണം.